الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ പല കാര്യങ്ങളും അളന്നു നോക്കാൻ, അത് ഓരോ മെഷർമെൻറ്റ് അളന്നു നോക്കാൻ, തൂക്കി നോക്കാൻ എല്ലാത്തിനും ഉപകരണങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പറിയാൻ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ അതിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ ലോകത്തിന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു വിഷയമാണ് മനുഷ്യൻ്റെ മനസ്സിലെ ഇഖ്ലാസ്, ആത്മാർത്ഥത, സിൻസിയറിറ്റി. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ എന്തൊരു ഉദ്ദേശമാണ്, എന്താണ് അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്, എത്രത്തോളം അതിൽ സത്യസന്ധതയുണ്ട്, ഹോണസ്റ്റി ഉണ്ട്, ഈമാനുണ്ട്, ഇഖ്ലാസ് ഉണ്ട് എന്നത് കണ്ടെത്താൻ ഒരാൾക്കും ഇന്നേ വരെ ഒരു ഉപകരണവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് സാധ്യവുമല്ല. കാരണം അതറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവനും ഹൃദയങ്ങൾ, മനസ്സ് മന്ത്രിക്കുന്നവനും അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് യൗമ തുബ്ലസ് സറായിർ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച, ഹൈഡാക്കി വെച്ച സീക്രട്ടുകൾ, രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം എന്ന് ഖിയാമത്ത് നാളിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമൈദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയറൂ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഭൂമിക്ക് മുകളിൽ വെച്ച് എന്തെന്ന് പ്രവർത്തിച്ചോ, എന്തൊന്ന് ചെയ്തോ എന്ന് ഈ ഭൂമിക്ക് അല്ലാഹു വഹീ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നാളെ സംസാരിക്കും. നമ്മൾ ആരാണോ അണുമണി തൂക്കം ഖൈർ, നന്മ ചെയ്തത്, അത് നാളെ അവിടെ കാണാം. തിന്മയാണെങ്കിൽ അതും അവിടെ കാണാം. ഖൈറും ഷർറുമെല്ലാം വെളിവാക്കുന്ന ഒരു ദിവസം, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്ന ദിവസം എന്നാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഖൽബ് അറിയുന്നവൻ, നമ്മുടെ ആത്മാർത്ഥത അറിയുന്നവൻ, എത്രത്തോളം നമ്മുടെ ഈമാനും ഇഹ്തിസാബും ഉണ്ട് എന്നറിയുന്നവൻ. അത് ഒരാൾക്കും ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അത് വിശദീകരിക്കാനോ സാധ്യമല്ല. നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് ഇല്ലെന്ന് വേറൊരാളെ ആക്ഷേപിക്കാൻ നമ്മളാളല്ല. നമ്മളെക്കുറിച്ച് വേറൊരാൾക്ക് പറയാനും അവകാശമില്ല. എല്ലാം അള്ളാഹുവിനാണ് അറിയുന്നവൻ, അള്ളാഹുവാണ് അറിയുന്നവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ മാസം റമദാൻ നമ്മോട് വിട പറയാനിരിക്കുമ്പോൾ മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറയുന്നത്, ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ഇന്ന ഷഹ്റ റമദാൻ ഖദ് അസമ അലർ റഹീൽ, അതാ യാത്രക്കൊരുങ്ങിയിരിക്കുന്നു, തിരിച്ചു പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് റമദാൻ. വലം യബ്ഖ മിൻഹു ഇല്ലൽ ഖലീൽ, ഏതാനും ചെല്ലു നാളുകൾ മാത്രമല്ലാതെ ബാക്കിയില്ല. ഫമൻ മിൻകും അഹ്സന ഫീഹി ഫഅലൈഹി തമാം, ആരാണ് ബാക്കിയുള്ളത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്, അവന് കംപ്ലീറ്റ് ആക്കാം. ഫമൻ ഫറത ഫൽയഖ്തിമുഹു ബിൽ ഹുസ്ന വൽ അമലു ബിൽ ഖിതാം, നല്ലത് കൊണ്ട് അവസാനിപ്പിച്ചാൽ അതവന് ഖൈറാണ്. അതുകൊണ്ട് ബാക്കി വരുന്ന നാളുകൾ, രാത്രികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നാളെ സാക്ഷിയാവുന്ന നിലക്കുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനിനെ നിങ്ങൾ യാത്രയാക്കൂ. ഏറ്റവും നല്ല പരിശുദ്ധിയോടെ, ഏറ്റവും നല്ല സലാമോടെ, നല്ല അഭിവാദ്യത്തോടുകൂടി വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കടന്നു വരുമ്പോൾ എത്രത്തോളമാണ് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാറുള്ളത്, ആദരിക്കാറുള്ളത്. ഒരു മര്യാദയാണ്. വീട്ടുപടിക്കലോളം ഗേറ്റ് വരെ കൊണ്ടുചെന്നാക്കുക എന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ പലരും എന്തായി, ക്ഷീണിച്ചു പോയി, തളർന്നു പോയി, ആവേശം നഷ്ടപ്പെട്ടു. ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിദ് ദഈഫ്.
വീക്കായ ദുർബലനായ വിശ്വാസിയേക്കാൾ കരുത്തുള്ള, അവൻ്റെ ബോഡിക്കും അവൻ്റെ കൽബിനും എല്ലാം നല്ല ശക്തി വേണം, പവറുള്ളവനായിരിക്കണം എന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കോമ്പറ്റീഷനിൽ, റണ്ണിങ് കോമ്പറ്റീഷനിൽ മത്സരിക്കുന്ന ഒരാൾ തൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അവന് സ്പീഡ് കൂട്ടിയിട്ടാണോ അതോ സ്ലോയിലാണ് പോവുക, ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൻ കുതിക്കുകയാണ്. അതാണ് വസാബിഖു വസാരിഉ എന്ന് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയത്. നിങ്ങൾ ധൃതിപ്പെട്ടോളൂ എന്ന്. ഫീ കുല്ലിൻ ഖൈർ, ദുർബലനായ വിശ്വാസിയിലും ശക്തവാനായ വിശ്വാസിയിലുമൊക്കെ ഖൈറുണ്ട്. പക്ഷേ യഹ്രിസ് അലാ മാ യൻഫഉ, നിനക്ക് ഫായിദയുള്ള വിഷയത്തിൽ ഏറെ നീ ഇൻട്രസ്റ്റ് കാണിക്കണം. ഫായിദയുള്ള വിഷയമെന്ന് ചൊല്ലിയത് സഹോദരങ്ങളെ, ബാക്കി നിൽക്കുന്ന ഈ നാളുകളാണ്. സദഖകൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദുആ കൊണ്ടെല്ലാം നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. എല്ലാ നന്മക്കും വേണ്ടി നമ്മൾ ഉണ്ടാവുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടെ മറ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ, ഒരാളിങ്ങനെ അവിടെ നടന്നുപോയി. ഫറഅ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതിഹി, അവൻ നല്ല ആക്റ്റീവായിട്ടുള്ള ചന്തമുള്ള ഒരു ചെറുപ്പക്കാരൻ, ബാല്യക്കാരനാണ് നടന്നു പോയത്. അവർ ചൊല്ലി, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഇവൻ്റെ ഈ ശക്തിയും ഇവൻ്റെ പവറും ഇവൻ്റെ ചുറുചുറുക്കുമെല്ലാം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നെങ്കിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നുണ്ട്, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനാണ്, കഷ്ടപ്പെടാനാണ് അവൻ ആ പൊരിവെയിലത്ത് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അവനെ കത്തിയാളുന്നതായ ആ സൂര്യൻ്റെ ചൂടിൽ അവൻ ഓടുന്നത് അവൻ്റെ ശക്തി ഉപയോഗിച്ച് എങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി യുഅഫിഹാ ഫഹുവ ഫീ സബീലില്ലാഹ്, തൻ്റെ നഫ്സിനെ സംരക്ഷിക്കാനാണ് അവൻ പരിശ്രമിക്കുന്നത് എങ്കിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. എന്നാൽ വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറ ഫഹുവ ഫീ സബീലി ശൈത്താൻ, ആളുകളെ കാണിക്കാനും അവനൊരു ഫഖ്ർ പറയാനുമാണ് അവൻ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, അവൻ നിസ്കരിക്കാൻ വരുന്നത്, അവൻ സ്വതക്ക നൽകുന്നത്, നോമ്പ് പിടിക്കുന്നത്, അതല്ലെങ്കിൽ എന്തൊരു കാര്യവും ചെയ്യുന്നത് റിയായിനു വേണ്ടി, ആളുകളെ കാണിക്കാനും അവൻ്റെ ഫഖ്ർ കാണിക്കാനുമാണെങ്കിൽ അവൻ സബീലി ശൈത്താൻ, ഷെയ്ത്താനിൻ്റെ മാർഗത്തിലാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പേടിക്കണം. നമ്മുടെ ഖൽബിൻ്റെ നിയ്യത്തുകൾ മാറിപ്പോവാതിരിക്കാൻ അത് നാം പ്രത്യേകം റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുക. റബ്ബിൻ്റെ ദീനിൽ ഉറച്ചു നിർത്താൻ ഇഖ്ലാസ് നൽകാൻ വേണ്ടി റബ്ബിനോട് തേടുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ മഹദി ഒരിക്കൽ ചൊല്ലുന്നുണ്ട്, ഫഖദത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൻ മിനൽ ഫിറാശ്, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്കിങ്ങനെ മിസ്സായി, ബെഡിൽ കാണുന്നില്ല. ഫൽതമസ്തുഹു, ഞാനിങ്ങനെ തെരഞ്ഞു നോക്കി, ഉറക്കത്തിൽ ലൈറ്റൊന്നുമില്ലല്ലോ. ഫവഖഅതു യദി അലാ ബത്നി ഖദമൈഹി വഹുവ ഫിൽ മസ്ജിദി വഹുവ മൻസൂബതാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയും അടുത്തടുത്താണ്. പിന്നെ നബിയെ നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ അങ്ങനെ തിരഞ്ഞ് അന്വേഷിച്ച് പോയപ്പോൾ നബിയുടെ കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട്, അതായത് സുജൂദിൽ കിടക്കുകയാണ്. എൻ്റെ കൈ ഇങ്ങനെ തട്ടി. വേറൊരു മസലയും കൂടി ഞാൻ മനസ്സിലാക്കാം. എന്താ, ഹസ്ബൻഡിനെ തൊട്ടാൽ വുളു മുറിയില്ല, ഭാര്യയെ തൊട്ടാൽ വുളു മുറിയോ എന്നുള്ളൊരു മസല ഉണ്ട്. അത് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ടച്ചാക്കിയാൽ വുളു മുറിയില്ല എന്നതാണ് സഹീഹായ നിലക്കുള്ള ഫിഖ്ഹിയായ ശരിയായ നിലപാട്. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ ആ പള്ളഭാഗം ബാക്ക് സൈഡ് ഇങ്ങനെ കുത്തി നാട്ടി നിർത്തിയിട്ടുണ്ട്. വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക, റബ്ബേ നിന്റെ കോപത്തിൽ നിന്ന് നിന്റെ തൃപ്തി കൊണ്ട് ഞാനിതാ രക്ഷ തേടുന്നു. അള്ളാഹുവിൻ്റെ റിള, അള്ളാഹിൻ്റെ തൃപ്തി, അള്ളാഹു റിദ്വാനുല്ലാ, അള്ളാഹിൻ്റെ തൃപ്തിയാണ് സഹോദരങ്ങളെ ഏറെ മഹത്വമുള്ളത്. അതുകൊണ്ട് റബ്ബിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ തേടുന്നു. വബി മുആഫാതിക മിൻ ഉഖൂബതിക, റബ്ബേ നീ തന്നിയ ആഫിയത്ത് കൊണ്ട്, നീ നൽകിയ ആഫിയത്ത് കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വഅഊദു ബിക മിൻക ലാ ഉഹ്സി തനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക, അതുപോലെ തന്നെ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഞാൻ നിന്നെ എത്രയാണ് സനാ ചെയ്തത്, പുകഴ്ത്തിയത്, വാഴ്ത്തിയത്, ഞാൻ എത്ര നിന്നെ പുകഴ്ത്തിയാലും മതിയാവില്ല. നീ നിനക്ക് എത്രയാണോ സനാ നൽകിയത്,
അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ അളമത്ത്, ഖുദ്റത്ത്, അള്ളാഹുവിനുള്ള സനാ, അള്ളാഹ് സ്വന്തം നഫ്സിന് നൽകിയ ആ മഹത്വം എത്രയുണ്ടോ അത്രത്തോളം റബ്ബേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് അള്ളാഹിൻ്റെ റിള തേടണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം, റഹ്മത്തും ഫദലും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. ഈ നാളുകളിൽ ഒരിക്കലും അത് മർഹൂമങ്ങളിൽ ഉൾപ്പെടുകയല്ലാതെ മഹറൂമിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. രണ്ട് നിലക്കാണ്. മഹറൂം എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവൻ, മഹറൂം. മർഹൂം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് നൽകപ്പെട്ടവൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മർഹൂമീൻ, റബ്ബേ നീ ഞങ്ങളെ നിന്റെ റഹ്മത്ത് നൽകിയവരിൽ ഉൾപ്പെടുത്തണേ. വലാ തജഅൽനാ മിനൽ മഹറൂമീൻ, നിന്റെ ഖൈറിനെ തടയപ്പെടുന്ന, നിന്റെ നന്മയെ തടയപ്പെടുന്ന, ലൈലത്തുൽ ഖദറിനെയൊക്കെ തടയപ്പെടുന്ന ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. ഏത് സമയത്ത്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ അള്ളാഹിൻ്റെ ഫദ്ൽ റഹ്മത്ത് കിട്ടും എന്ന് ഒരിക്കലും ചൊല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ഏറെയാക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ തുടങ്ങി ദിക്റുകൾ ജാസ്തിയാക്കുക. ഏത് സമയത്ത്, ഈ അവസാന നാളുകളിൽ, ഇനി ബാക്കിയുള്ള നാളുകൾ എത്ര, ഏത് സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറാണ്, ഏതൊരു ദിക്റാണ് അള്ളാഹുവിന് തൃപ്തിപ്പെടുന്നത്, നമ്മുടെ ഖൽബിൽ നിന്ന് വരുന്നത് എന്ന് അള്ളാഹു സ്വീകരിക്കുന്നത്, കബൂലാക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ആ ഒരു പ്രതീക്ഷയോടുകൂടി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നതും അതുപോലെ തന്നെ തുടങ്ങിയ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ഈ അവസാന നാളുകളിലെ എല്ലാ ഖൈറും ബറക്കത്തുമെല്ലാം നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ശക്തിയോടെ, ഇഖ്ലാസോടെ, ആത്മാർത്ഥമായി, സിൻസിയറായിക്കൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.